നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ആയിഷ ബീവിയോട് വന്ന് ചോദിച്ചു, അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് മഹദിയായ ആയിഷ ബീവി പറയുകയാ, കാന ഫീ മിഹ്നതി അഹ്ലിഹി, തന്റെ കുടുംബത്തിലെ അല്ലാഹുവിന്റെ റസൂൽ ഖിദ്മത്ത് ചെയ്യുമായിരുന്നു, പണിയെടുക്കുമായിരുന്നു. ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുന്നു, അടുക്കളയിൽ പണിയെടുത്ത് കൊടുക്കുന്നു. നബി തങ്ങൾ മിലാദ് നഗർ എന്നൊക്കെ വേറിട്ട് വെച്ചില്ലേ? ആരാ ഹബീബായ തങ്ങളെന്ന് നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ? നബി തങ്ങളുടെ പേര് പറഞ്ഞ് പാട്ടും പാടി ഡാൻസ് ആടി വെള്ളമടിക്കാനല്ല പഠിപ്പിച്ചത്. ആരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കെന്താ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന ഫീ മിഹ്നതി അഹ്ലിഹി, വീട്ടിലെ പണിയെടുക്കുമായിരുന്നു. യഖുമ്മുൽ ബൈത്താ, അല്ലാഹുവിന്റെ റസൂല് വീട് അടിച്ചു തൂത്തുവാരി വൃത്തിയാക്കുമായിരുന്നു. അടിച്ച് തൂക്കുന്ന പണി നബി തങ്ങൾ എടുക്കുന്നു, ചൂലെടുത്തിട്ട് തൂക്കുന്ന പണി. യഖുമ്മുൽ ബൈത്ത, മനസ്സിലായില്ലേ? യഗ്സിലു സൗബ, വസ്ത്രം ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കഴുകുമായിരുന്നു. യഅഖിലുൽ ബഈറ വയഅലിഫു നാലിഹു, ആടുമാട് ഒട്ടകങ്ങൾക്ക് പുല്ല് പറിച്ചു കൊടുക്കുകയും ആ ആടുമാട് ഒട്ടകങ്ങളെ കുളിപ്പിക്കുകയും ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ചെയ്യുമായിരുന്നു. ഇതൊന്നും നമ്മൾ എടുക്കാത്ത പണി, ഇതൊക്കെ പെണ്ണുങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മൾ. വസ്ത്രം കഴുകുന്നവരെ നമ്മളാ? ഇവിടെ ഇരിക്കുന്നതിൽ ചിലപ്പോൾ ഒരു 3% ആളുകൾ മാത്രം വസ്ത്രം കഴുകും. അതും അവരല്ല കഴുകുന്നത്, മൊത്തം വാഷിംഗ് മെഷീനാണ്. രണ്ടാമത്തെ ഭാര്യ നമ്മുടെ വാഷിംഗ് മെഷീൻ, ശരിയല്ലേ? നമ്മുടെ ഭാര്യയല്ല കഴുകുന്നത്, രണ്ടാമത്തെ ഭാര്യയാണ് വാഷിംഗ് മെഷീൻ, മൂന്നാമത്തെ ഭാര്യ മിക്സിയാണ്. മിക്സിയല്ലേ എല്ലാ പണി. അരച്ചേരുന്ന ആരാ? നമ്മുടെ പെണ്ണ അരച്ചേരുന്നത്. കറിയുടെ ടേസ്റ്റ് കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? എടീ നീയോ സുബൈദ, നീ വെച്ച കറി എന്ത് ടേസ്റ്റാ? ഏത് സുബൈദായ വെച്ചേ? ഏത് സുബൈദായ വെച്ചത്? സുബൈദ ഒന്നല്ല, മിക്സിയാണ് വെച്ചത്. അല്ല സുബൈദ ഒന്നും വെച്ചല്ല സംഭവം. സുബൈദ വെച്ച് അല്ലേ? മിക്സിയല്ല നമുക്കറിയാം അരച്ചു തരുന്ന മിക്സിയാ, ഭാര്യയല്ല. വസ്ത്രം കഴുകി തരുന്നാരാ? വാഷിംഗ് മെഷീൻ മോള, അവളാണ് വസ്ത്രം കഴുകി തരുന്നത്. പിന്നെ തേക്കുന്നതാരാ? അതങ്ങ് വെളിയിൽ കൊടുത്താൽ തേക്കുന്നത്. വല്ല പാണ്ടിക്കാരന്മാരായിരിക്കും തേച്ച് തരുന്നത് 12 രൂപ കൊടുത്ത്. പിന്നെന്താ ഇറച്ചിക്കറി വെച്ച് തരുന്നത്? അത് കുക്കറിൽ ടിഷു 2-3 വെടി വയ്ക്കുമ്പോഴത്തേക്ക് ഇറച്ചിക്കറി ഓക്കെ എന്നാണ് നമ്മളറിയാം. പണ്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്നൊക്കെ ഊതുമ്പോൾ അവളുടെ ബ്ലോക്കൊക്കെ തുറക്കും. കുനിഞ്ഞു ഊതി മുതിൻ്റെ വേദനയൊക്കെ മാറും. തൂത്ത് കൊളസ്ട്രോളൊക്കെ പോകും. അരച്ചിട്ട് ഇവിടുത്തെ ജോയിൻറ്റ് പെയിനൊക്കെ മാറിയിട്ട് രക്തോട്ടമൊക്കെ ഉണ്ടാകും. ഇപ്പം ഈ പണികളെല്ലാം കഴിഞ്ഞിട്ട് കുത്തല പരിപാടി, കുത്ത് തന്നെ. എല്ലാം അടുപ്പത്തോട്ട് കയറ്റിയിട്ട് കുത്തൽ തന്നെ. ഇക്ക വിളിക്കുന്നു, എന്തൊക്കെ പറയക്ക ഇവിടെ വേറെ ഇക്ക ഉണ്ട്, ഇക്ക പറയിക്ക, ഇതിനകത്ത് വേറെ ഇക്ക കയ്യിലിരിപ്പുണ്ട്, ഇക്ക പറ, കാര്യം പറ കേൾക്കട്ടെ. ഇങ്ങനെ കുത്തൽ തന്നെ. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ അതാ പരിപാടി. ഈ വിരൽ കൊണ്ടുള്ള പരിപാടി ആയതുകൊണ്ട് ചുടുവാദം പിടിക്കുന്ന ഉപ്പൂറ്റിയിൽ അസുഖമാണ്. ഇതിൻ്റെ എഫക്റ്റ് അവിടം വരെ എത്തും. ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ പുതിയ രോഗം അത് തന്നെയാണ്, വെരിക്കോസ് വെയിനാണ്. അതേപോലെ ഈ ഉപ്പൂറ്റിയൊക്കെ വെടിച്ച് കീറുകയാണ്. അവ എല്ലാത്തിൻ്റെ അഗ്രം കൊണ്ടുള്ള പരിപാടിയാണ്. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. കണ്ണിന് പ്രശ്നം, തലവേദനയുടെ പ്രശ്നം, എപ്പോഴും കൂടുതൽ സമയം ഇതിലേക്ക് നോക്കുന്നു. സ്ത്രീകൾക്ക് ഒരുപാട് രോഗമായി മാറി. എന്തുകൊണ്ടാണ്? പഴയ പരിപാടിയല്ല എടുക്കുന്നത്, പഴയ പണിയല്ല ഇപ്പോൾ. എല്ലാം ഇപ്പോൾ ഹൈടെക് സംവിധാനം ആയതുകൊണ്ട് ഹൈടെക് ഹോസ്പിറ്റലുമായി. പണ്ട് ഒരു ക്ലിനിക്ക് ഒരു പാരസെറ്റാമോൾ കഴിച്ചാൽ മതിയായിരുന്നു, അസുഖമൊക്കെ മാറും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ആയുർവേദത്തിൽ ഇപ്പോൾ 2 കഷായം വാങ്ങിച്ച് കുടിച്ചാൽ മതിയായിരുന്നു. അൽഹംദുലില്ലാ എല്ലാം മാറി. ഇപ്പോൾ ഒന്നും പറ്റില്ല. ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. കാരണം എന്താ? വീട്ടിലും നീ ഹൈടെക് സ്പെഷ്യാലിറ്റി രീതിയിലാണ് ജീവിതം. അതുകൊണ്ടാണ് സംഭവിച്ചു പോകുന്നത്. അങ്ങനെയല്ലേ? ശരിയല്ലേ? സംഭവം അങ്ങനെയൊക്കെ തന്നെയല്ലേ ഹബീബേ? ഇതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ തൻ്റെ ഭാര്യമാർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുത്തിരുന്നു. ആടുമാട് ഒട്ടകങ്ങളെ കുളിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുല്ല് കണ്ടിച്ച് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുബാറക്കായ കൈകൊണ്ട് ആടിനും ഒട്ടകങ്ങൾക്കും ഒക്കെ ഇട്ടുകൊടുത്ത് തീറ്റിക്കുമായിരുന്നു. പൊട്ടിപ്പോയ ചെരുപ്പിന്റെ വാറ് തയ്ക്കുമായിരുന്നു. ചന്തയിൽ പോയി, മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങി അടുക്കളയിൽ കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് കൊടുക്കുമായിരുന്നു. ആ ഒരു പണി മാത്രമേ ഇപ്പോൾ നമ്മൾ ചെയ്യും. അതുമില്ല. അതിപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ വീട്ടിൽ ഫ്രണ്ടിൽ വന്ന് പാന്നടിക്കുമ്പോഴത്തേക്ക് ആ സാധനം അവിടെയും കിട്ടും. ആദ്യം മീൻ വരും, പിന്നെ പച്ചക്കറിയും വരും. പിന്നെ നമ്മളെന്താ പരിപാടിയുള്ളത്? ഭർത്താക്കന്മാർക്ക് എന്ത് പരിപാടിയാണ്?
അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഭാര്യമാരെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ ഖിദ്മത്തുകൾ ചെയ്തു കൊടുക്കണം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഭാവം അതായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അന്ന പറഞ്ഞിരുന്നു. ഭാര്യമാരും അതുപോലെ ഭർത്താക്കന്മാരെ സേവിക്കുന്നവരായി മാറണം, ഖിദ്മത്ത് ചെയ്യുന്നവരായി മാറണം. അപ്പോൾ ഭാര്യമാർ ഗർഭിണികളാവുമ്പോൾ ഭർത്താക്കന്മാരുടെ സഹായം അവർക്കുണ്ടായിരിക്കണം, ഏറ്റവും നല്ല സഹായം അവർക്കുണ്ടായിരിക്കണം. ഏറ്റവും കൂടുതൽ ആ സമയം ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ ഒരു സമീപനമാണ്. ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോൾ കൂടുതൽ ആഗ്രഹിക്കുന്ന സമീപനം, ആ സമീപനം ആരുടെ സമീപനമാണ്? ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹദിമാരായ ഗർഭിണികളായ സഹോദരിമാർ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു അള്ളാഹ് എന്ന് വിളിക്കുന്ന ഒരു വിളി, ഒരു തസ്ബീഹ്, ഒരു റക്അത്ത് നമസ്കാരം, അവരുടെ ഓരോ ശ്വാസോച്ഛ്വാസം, അതിനൊക്കെ അള്ളാഹിൻ്റെ മുന്നിൽ ധാരാളം നന്മകളാണ്, ഒരുപാട് നന്മകളുണ്ട്. അവൾ പ്രസവിച്ചാലോ ആ കുഞ്ഞിനെ നോക്കുന്നത് വരെ എത്രയോ നന്മകളാണ്, വലിയ നന്മകളാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പ്രസവിക്കട്ടെ. ഖിയാമത്ത് നാളിൽ എൻ്റെ സമുദായത്തിൻ്റെ ആധിക്യം കണ്ടുകൊണ്ട് ഞാൻ സന്തോഷിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഉമ്മത്തിൻ്റെ ആധിക്യം കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കളുടെ കടമ എന്താണ്? മക്കളെ പിഴച്ചു പോകാതിരിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. ദുആ ചെയ്യണം, ഗർഭിണിയാകുമ്പോഴേ ദുആ ചെയ്യണം. പ്രസവിച്ചു കഴിഞ്ഞ് ഫാത്തിഹ, ഈ സൂറത്ത് ഇഖ്ലാസ്, ഫലഖ്, നാസ്, സൂറത്ത് ആലി ഇമ്രാനിലെ 36-ാമത്തെ ആയത്ത് ഇതൊക്കെ ഊതണം. പിന്നെ ഉത്തരവാദിത്തം വാപ്പാക്ക് മാത്രമല്ല, പിന്നെ തൻ്റെ ഉത്തരവാദിത്തം മക്കളെ വളർത്തൽ ഉമ്മാന്റെ മടിത്തട്ടിലാണ്. പിന്നെ ഉമ്മയാണ് ഈ കുട്ടിയെ വളർത്തിക്കൊണ്ട് വരേണ്ടത്, ഈ കുട്ടിയെ സംരക്ഷിക്കേണ്ടത്. വൽ വാലിദാത്തു യുർളിഅന ഔലാദഹുൻ ഹൗലൈനി കാമിലൈൻ. 2 വർഷം പരിപൂർണമായി മുലപ്പാല് ഉമ്മ തൻ്റെ കുട്ടികൾക്ക് നൽകണേ എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. പൂർണ്ണമായിട്ട് 1.5 വർഷം കൊണ്ടോ 1 വർഷം കൊണ്ടോ 1.25 വർഷം കൊണ്ടോ നിർത്താൻ പാടില്ല എന്നാണ് നേരത്തെ. ഹൗലൈൻ എന്നുള്ള പറഞ്ഞ് നിർത്തിയില്ല, കാമിലൈൻ, പൂർണ്ണമായിട്ട് 2 വർഷം പരിപൂർണമായി തൻ്റെ മക്കൾക്ക് നിങ്ങൾ പാല് കൊടുക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. പിന്നെ ഉമ്മാക്കാണ് ഏറ്റവും കൂടുതൽ ബാധ്യത. പ്രസവിച്ചു കഴിഞ്ഞു, ഉമ്മാക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം, ബാധ്യത. അതുകൊണ്ടാണ് ഉമ്മയും വാപ്പയും തമ്മിൽ ഏറ്റവും കൂടുതൽ ഹക്ക് ആരോടാണ്? ഉമ്മയോടാണ്. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله وحمله وفصاله 30 شهرا. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറയുകയാണ്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലതുഹു ഉമ്മുഹു കുർഹാ വവളഅതുഹു കുർഹാ. ക്ഷീണത്തിൻ്റെ മേൽ ക്ഷീണം സഹിച്ചുകൊണ്ടാണ്, സഹനത്തിൻ്റെ മേൽ സഹനം സഹിച്ചുകൊണ്ടാണ്, ക്ലേശത്തിൻ്റെ മേൽ ക്ലേശം സഹിച്ചുകൊണ്ടാണ് ഉമ്മ നിങ്ങളെ കൊണ്ട് നടക്കുന്നത്, ആ ഉമ്മ ഗർഭം ചുമക്കുന്നത്, ആ ഉമ്മ നിന്നെ പ്രസവിക്കുന്നത്. ആ ഉമ്മ പ്രസവിച്ചതിന് ശേഷം ഉമ്മയുടെ കടമയോ ബാധ്യതകളോ തീരുന്നില്ല. ആ ഉമ്മ വീണ്ടും 2 വർഷം പരിപൂർണമായി ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഉറക്കമിളയ്ക്കുകയല്ലേ, ഉറക്കം ഒഴിവാക്കുകയല്ലേ, ഭക്ഷണത്തിൽ എത്രയോ കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ വരുത്തുകയും ഈ മക്കൾക്ക് വേണ്ടി എത്രയോ ഉമ്മാന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കുകയും ആ ഉമ്മാന്റെ വിശ്രമം തന്നെ ഒഴിവാക്കുന്നതും ഈ മക്കൾക്ക് വേണ്ടിയല്ലേ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉപ്പമാരിൽ നിന്നും ഉമ്മമാരിൽ നിന്നും ഏറ്റവും കൂടുതൽ അഹക്ക്, അവരോടുള്ള കടമയും സമീപവും അത് ഉമ്മയോടാകണേ, അത് ഉമ്മയോടാകണേ. നബിയുനാ റസൂലുള്ളാഹി അന്ന റജുലൻ ജാഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വരികയാ.
നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മൻ അഹഖുൻ നാസി ബിഹുസ്നി സഹാബതി, എൻ്റെ ഏറ്റവും കൂടുതൽ സഹവാസം ഞാൻ ആരോടായിരിക്കണം നബിയെ എന്ന് ആ സഹാബി നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. സുമ്മ ഖാല അയ്യുൻ, പിന്നീട് ചോദിച്ചു, പിന്നീട് ആരോടാണ് നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. സുമ്മ ഖാല അയ്യുൻ, എനിക്കതറിയാം നബിയേ. മൂന്നാമതും നബി തങ്ങളോട് ചോദിക്കുകയാണ്, ആരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും നബിയേ? മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. നാലാമതും ആ സഹാബി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂക, നിന്റെ ഉപ്പയോടാണ്. 3 പ്രാവശ്യം ഉമ്മ, 4ാമത്തെ പ്രാവശ്യമാണ് വാപ്പ. അതുകൊണ്ട് വാപ്പായെ നാളെ ഡിസ്മിസ് ചെയ്യാനല്ല ഈ പറഞ്ഞത് കേട്ടോ. വാപ്പ ഇത്ര ത്യാഗം സഹിച്ച്, വാപ്പയുടെ ത്യാഗം അത് വേറെയാണ്. വാപ്പ പുറത്തു പോയിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, അടിച്ചു മാറ്റാനല്ലേ അറിയുള്ളൂ. രാവിലെ മുതൽ വൈകിട്ട് വരെ വെയിലത്ത് നിന്നിട്ട് 1 കിലോ ഓറഞ്ച് 50 80 80 80 80 80 80 എന്നിങ്ങനെ പറഞ്ഞ് എത്ര മണിക്കൂർ നിൽക്കുമ്പോഴാണ് 2 കിലോ ഓറഞ്ച് വിൽക്കുന്നത്? 3 കിലോ എള്ളി 100, 5 കിലോ സവാള 100 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെട്ടി ഒട്ടയ്ക്കാത്ത എവിടം മുതൽ എവിടം വരെ പോകണം, എത്ര തൊണ്ട പോകണം, എത്ര തീ, എത്ര വെയിൽ, ഇതെല്ലാം സഹിച്ച് കേട്ടിട്ടൊക്കെയല്ലേ ഇത് നമുക്ക് വേണ്ടി കൊണ്ടു തരുന്നത്. അത് വേറെ, അത് ആ ഹക്ക് വേറെ. പക്ഷെ ഉമ്മ, അത് ആ ഒരു ത്യാഗം വേറെ. 10 മാസം അത് വല്ലാത്ത ത്യാഗമാണ്. അവൾക്കൊന്നും എഴുന്നേക്കാൻ പറ്റില്ല, സ്വന്തമായിട്ട് വലത്തോട്ട് തിരിഞ്ഞടക്കാൻ പറ്റൂല, ഇടത്തോട്ട് തിരിഞ്ഞടക്കാൻ പറ്റൂല, ബാത്റൂമിൽ പോകാൻ പറ്റൂല. ഭയങ്കര വിഷമത്തോടെയാണ് ആ നടത്തയും ആ പോക്കും. അതൊക്കെ കാണുമ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നെന്ന് പിന്നീട് ആലോചിക്കും സംഭവം. അത്രയ്ക്കും ത്യാഗമാണ്. പിന്നെ ചിലരുണ്ട്, അങ്ങ് തുറന്ന് വിടാൻ തുടർന്നാൽ ഇങ്ങനെ വായിന്ന് ഇങ്ങനെ പായസം വീണുകൊണ്ടേയിരിക്കും, ഭയങ്കരമായ പായസം. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കാകെ ഒരു വിഷമം. അപ്പം എന്ത് ത്യാഗമാണ് 10 മാസം. എന്നിട്ട് പ്രസവം വല്ലാത്ത, അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വളരെ വേദനയോടെയാണ് ആ ഉമ്മ പ്രസവിക്കുന്നത്, വളരെ വേദനയോടെയാണ്. നമ്മൾ വെളിയിൽ ഈത്തപ്പഴം കലക്കി വെച്ചുകൊണ്ടിരിക്കുക കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട്. അവൾ അനുഭവിക്കുന്ന വേദന ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇപ്പോൾ ആകും. ഒരു നേഴ്സ് പുറത്തോട്ട് പോയാൽ, സിസ്റ്റർ എന്തായി? ആയില്ല. പിന്നെ അടുത്തവൾ വേറെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റും, സിസ്റ്റർ എന്തായി? ആയില്ല. ഇതിന് വേണ്ടിയിട്ട് കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ ചോദിച്ച് എന്തായി. എന്നിട്ട് അവളെ കൊണ്ട് പെട്ടെന്ന് പ്രസവിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്തതൊക്കെ കൊണ്ടുപോയി കൊടുക്കും. പൊയില കൊണ്ട് കെട്ടി വെച്ച് കൊടുക്കും, വെറ്റില കൊണ്ട് വായിക്കാത്ത കുത്തി തിരിഞ്ഞു കൊടുക്കും, ഉള്ള പൂവൊക്കെ കയറ്റി വെച്ചിട്ട് എവിടെ പ്രസവിക്കാൻ സമയമാവാതെ പ്രസവിക്കണ്ടേ. പ്രസവിക്കാനുള്ള എളുപ്പമുള്ള വഴി ലേബർ റൂമിൽ പോയി എന്നിട്ട് ബാങ്ക് വിളിച്ചാൽ മതി. അന്ന് അവിടെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന മുഴുവനും പടപടപടപടാന്ന് പ്രസവിക്കും. ആർക്കെല്ലാം പോയി വാങ്ങ് വിളിക്കാൻ പറ്റുമോ? പോയി വാങ്ങ് വിളിക്കുമ്പോഴത്തേക്ക് നേഴ്സ് വന്ന് വിളിക്കും, ഇത് തയ്ക്കാവൊന്നുമല്ല, ഇത് ലേബർ റൂമാണ്, ഇവിടെ വെച്ച് വാങ്ങ് വിളിക്കേണ്ട, വണ്ടി വിട്ട് പോകുമെന്ന് പറയും സംഭവം. ശരിയല്ലേ? ഒന്ന് വാങ്ങ് വിളിച്ച് നോക്കുന്ന ആളെ പോയി പ്രസവിക്കും, ഉറപ്പാണ്. വാങ്ങ് വിളിക്കുന്നത് അവിടെ പോയി പ്രസവിക്കുന്നില്ല എന്ന് കണ്ടൊരു ബുദ്ധിമുട്ടെന്ന് കണ്ടാൽ അവിടെ നിന്ന് വാങ്ങ് വിളിച്ചാൽ മതി, അപ്പോഴേ അവൾ പ്രസവിച്ചിരിക്കും. അങ്ങനെയുള്ള ഹിക്മത്തുകളും ഹീലത്തുകളൊക്കെ ഉണ്ട്. സുമ്മ സബീല യസ്സറ എന്ന ദുആ ഓതിക്കൊണ്ട് പോകണം. ആയത്ത് പ്രസവം എളുപ്പമാകാനുള്ള വഴിയാണ്. സുമ്മ സബീല യസ്സറ, അത് ഓതിക്കൊണ്ടേ പോകണം. സുമ്മ സബീല യസ്സറ, പ്രസവം എളുപ്പമാകാനാണ്. ആയത്തിൽ കുറിച്ച് കൂടുതലായിട്ട് ഓതണം. അതൊക്കെ ഓതുമ്പോൾ ഈ പ്രസവം എളുപ്പമാകുന്നതിന് ഇതെല്ലാം കാരണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല ഗർഭിണിയായപ്പോൾ നബി തങ്ങൾ ഉപദേശിച്ച കുറേ ഉപദേശങ്ങളുണ്ട്. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, പിന്നെ അങ്ങനെ നൊന്ത് പ്രസവിച്ചു, അതിലൂടെ അവരനുഭവിച്ച ത്യാഗം. പിന്നീടുണ്ടാകുന്ന 2 വർഷം കൊണ്ട് തീരുന്നില്ലല്ലോ. ഈ കുട്ടി വളർന്ന് വലുതായി ഒരു പിച്ച വെച്ച് നടക്കുന്ന ഒരു സാഹചര്യം വരെ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഉമ്മയല്ല ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, പരിശുദ്ധമായ ധർമ്മസമരത്തിൽ പോകാൻ ഞാൻ തയ്യാറാണ് നബിയേ. പക്ഷേ എൻ്റെ ഉമ്മ വയസ്സിയാൻ, എൻ്റെ ഉമ്മയെ സംരക്ഷിക്കാൻ മറ്റാരുമില്ല നബിയേ. അതുകൊണ്ട് ഞാൻ പോകണോ വേണ്ടയോ? അങ്ങയുടെ ഹളറത്തിൽ വന്ന് ചോദിക്കുകയാ. അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഇർജിഇ ഇലാ വാലിദതിക, നിന്റെ ഉമ്മാന്റെ അരികിലേക്ക് നീ മടങ്ങണേ. ഫൽസിം റിജിലൈ
അലൈഹാ, ആ ഉമ്മാന്റെ കാൽക്കൽ വീഴണേ, ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യണേ. ആ ഉമ്മാന്റെ കാലിലാണ് സ്വർഗമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മറ്റൊരു സഹാബി ഓടി വരികയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഉംറ ചെയ്തിട്ടില്ല, ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല, എനിക്ക് അല്ലാഹുവിന്റെ ഉംറയും ഹജ്ജും നിർവഹിക്കാൻ ആ കഅബ ഷരീഫിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഉമ്മ മാത്രമാണ്, തനിച്ചാണ്, എൻ്റെ ഉമ്മയെ സംരക്ഷിക്കാൻ ആരുമില്ല. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ ഉമ്മയ്ക്ക് പോയി ഖിദ്മത്ത് ചെയ്യണേ, ഉമ്മയ്ക്ക് പോയി ഉമ്മയെ ചിരിപ്പിക്കണേ. ആ ഉമ്മയുടെ സന്തോഷമാണ് നിന്റെ ഹജ്ജും ഉംറയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. മറ്റൊരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഇൻ ഫതഹല്ലാഹു അലൈക മക്ക, മക്കയെ അല്ലാഹു അങ്ങേക്ക് വിജയിപ്പിച്ചു തന്നാൽ ആ കഅബയുടെ വാതിലിന്റെ താഴെ പോയി നിന്നുകൊണ്ട് ഞാൻ ആ വാതിലിനെ ചുംബിക്കുമെന്ന് നേർച്ച നേർന്നിരിക്കുകയാണ്. ഒരു സഹാബി നേർച്ച നേരുകയാണ്, കഅബയുടെ വാതിൽ ഞാൻ ചുംബിക്കും നബിയേ, അങ്ങേക്ക് അല്ലാഹു ഈ പരിശുദ്ധമായ കഅബയെ കീഴ്പ്പെടുത്തി തന്നാൽ, ഈ മക്കം ഫതഹിന്റെ ദിവസത്തിൽ ഈ മക്കയെ അല്ലാഹു അങ്ങേക്ക് അതിജീവിപ്പിച്ചാൽ, കീഴടക്കി തന്നാൽ, ആദ്യമായി ഞാൻ ചെയ്യുന്നത് ആ കഅബയുടെ വാതിൽ പോയി മുത്തുകയായിരിക്കും നബിയേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സഹാബി പറഞ്ഞപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഹോദരാ, അതിനേക്കാളും ഏറ്റവും നല്ല ഒരു നേർച്ച ഞാൻ പറഞ്ഞു തരട്ടെയോ? നിന്റെ ഉമ്മാന്റെ കാല് പോയി ചുംബിക്കണേ, അപ്പോൾ നിന്റെ നേർച്ച പൂർത്തിയാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കഅബയുടെ വാതിലിനേക്കാൾ, കഅബയുടെ ഖില്ലയേക്കാൾ ഉമ്മാന്റെ കാലിന് സ്ഥാനമുണ്ടെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, ഖബ്ബിൽ റിജ്ലൈ ഉമ്മിക ഫഖദ് വജത്ത നദറക. നിന്റെ നേർച്ച സഫലമാകാനുള്ള കാരണം നീ ആ ഉമ്മാന്റെ കാല് പിടിച്ചൊന്ന് ചുംബിച്ചാൽ മതി. കഅബയുടെ വാതിൽ ചുംബിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി. മനസ്സിലായോ? ഉമ്മാന്റെ കാലിന്റെ അവസ്ഥ. ഉമ്മയെ ചവിട്ടി പുറത്താക്കാണ്, ഉമ്മയെ ചവിട്ടി പുറത്താക്കാണ്. അവന്റെ കാല് കുഷ്ഠരോഗം പിടിച്ച് ചീഞ്ഞഴുകാതെ അവൻ ചാവൂല, വല്ലാഹി സത്യം, ചാവൂല അവൻ. ആ ഉമ്മയെ ചവിട്ടിയവർ ആരെല്ലാം ഉണ്ടോ ഒന്ന് പരിശോധിച്ച് നോക്കിയോ. ഭയങ്കര മാരകമായ രോഗമായിരിക്കും അവർക്ക്. ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു കൊടുക്കുമെന്നാ പറഞ്ഞ എൻ്റെ പ്രതിഫലം. ആഖിറത്തിൽ വേറെയും, ദുനിയാവിൽ വെച്ച് കൊടുക്കും, ആഖിറത്തിൽ വേറെയും. ആഖിറത്തിലെ ശിക്ഷ കഴിഞ്ഞ് ഈ മകനെ ഉമ്മാന്റെ കയ്യിൽ ഏൽപ്പിക്കുമല്ല, എന്നിട്ട് ഉമ്മ തീരുമാനിക്കണം ഇവനെ സ്വർഗത്തിൽ വിടണോ നരകത്തിൽ വിടണോ എന്ന്. അതാണ് എന്നെ ഹുക്കും. അതാണ് നിയമങ്ങൾ. ഒരുപാട് പഠിക്കണം നമ്മൾ. ഉമ്മായക്കൊക്കെ ഖിദ്മത്ത് ചെയ്തിട്ട് ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ പൊരുത്തം ചോദിക്കാതെ മരിച്ചു പോയാൽ അതിൻ്റെ പേരിൽ നീ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ആ ശിക്ഷ കഴിഞ്ഞ് അള്ളാഹു ഉമ്മയെ ഏൽപ്പിക്കും നിന്നെ. ഉമ്മ പറയണം നീ സ്വർഗത്തിൽ പോയിക്കോ എന്നാൽ അള്ളാഹ് ഓക്കെ. ഉമ്മ പറഞ്ഞില്ല അവനെ കുറച്ചുകൂടെ നരകത്തിയിടെന്ന് പറഞ്ഞാൽ നരകത്തിലായിരിക്കും. അതാണ് എൻ്റെ നിയമം. നമ്മളെന്താ വിചാരിച്ചത്? ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താ കുറഞ്ഞ കാര്യമാണ്? കഅബയുടെ വാതിൽ ചുംബിക്കുന്നതിനേക്കാൾ ഉമ്മാൻ്റെ കാല് പോയി ചുംബിക്കാൻ നബി തങ്ങൾ പറഞ്ഞ ഹദീസാണിത്. ഇതിനകത്ത് വളച്ചിലും തിരിച്ചിലും ഇല്ലാത്ത സഹിയായ ഹദീസ് തന്നെയാണ്. പോയി ചുംബിക്ക്. ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തൻ്റെ ഉസ്താദ് പറയുകയാ, ഉമ്മാന്റെ സ്വർഗത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് നിങ്ങൾ കൊണ്ടുവരണമേ. സ്വർഗത്തിൽ നിന്ന് ഒരു പിടി മണ്ണ്. ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം ഞാൻ ആലോചിച്ചു, എവിടെ പോട്ടെ ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുവരിക? ഒന്ന് കഅബ ശരി അങ്ങനെ റൗളയിൽ പോകണം, റൗള സ്വർഗമാണ്, അല്ലെ അവിടെ നിന്ന് ഇപ്പോൾ മണ്ണൊന്നും കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യണം? ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാത്തു വസ്സലാം കൂടി ചിന്തിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിലാണല്ലോ സ്വർഗം. ഉമ്മ നടക്കുന്ന വഴി നോക്കിയിട്ട് ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് ഉസ്താദിൻ്റെ അടുക്ക് കൊണ്ട് കൊടുത്തു. ഉസ്താദ് ചോദിച്ചു, എവിടെ നിന്നാണ് സ്വർഗത്തിലെ മണ്ണിത്? അതെ, ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിൽ സ്വർഗമല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, അവിടെ നിന്നാണ്. ലുഖ്മാൻ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ പരീക്ഷിച്ചാണ്. ചുമ്മാ അല്ല സൂറത്ത് ലുഖ്മാൻ തന്നെ ഇറങ്ങിയത്. ലുഖ്മാനുൽ ഹക്കീം അലൈഹി സ്വലാത്തു വസ്സലാമിന് വെറുതെ ഒന്നുമല്ല. ലുഖ്മാനുൽ ഹക്കീം എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്കും വലിയ ബുദ്ധി ഹക്കീമാണ്. അദ്ദേഹം വലിയൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി കണ്ടില്ല. ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് ഉസ്താദിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഇത് ഉമ്മാൻ്റെ എൻ്റെ സ്വർഗത്തിലെ മണ്ണാണ്. എവിടാ? ഏടാ സ്വർഗം? ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിൽ.
ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിലാണ് സ്വർഗം. മനസ്സിലായില്ലേ? ഉമ്മയെ വേദനിപ്പിച്ചാൽ നാളെ ആഖിറത്തിൽ വലിയ ശിക്ഷയല്ലേ? ആഖിറത്തിലൊന്നും മാത്രമല്ലല്ലോ. ചില ആളുകൾ ഭാര്യയെ ഇഷ്ടപ്പെട്ടിട്ട് ഉമ്മയെ തള്ളും. ഭാര്യയെ ഇഷ്ടപ്പെട്ടിട്ട് ഭാര്യയെ കല്യാണം കഴിച്ച് ഭാര്യയെ കൊണ്ടുവന്നതിന് ശേഷം ഉമ്മയെ പരിഗണിക്കൂല, ഉമ്മയെ തള്ളും. ഭാര്യ ഓള് പറയുന്ന അവള് പറയുന്നേ കേൾക്കുള്ളൂ. ഇയാൾ ഇത്ര നാളും ഭാര്യയായിരുന്നു, ഉമ്മ ആയിരുന്നു അവന് ആവശ്യം, അവൻ്റെ ആശാ കേന്ദ്രം ഉമ്മയായിരുന്നു. ഭാര്യ വന്നപ്പോൾ ഉമ്മയെ തള്ളി. അവസാനം എന്താ സംഭവിച്ചത്? എന്തായിരിക്കും? ഇവനെ സ്വസ്ഥമായിട്ട് ഇവിടുന്ന് മരിച്ചു പോകാൻ പറ്റുമോ ഈ ദുനിയാവിൽ നിന്ന്? സഹോദര, നമ്മുടെ വീട്ടിൽ നിന്ന് വാപ്പ ഉമ്മ നമ്മളെ പ്രതീക്ഷിക്കുന്ന പോലെ ഭാര്യ പ്രതീക്ഷിക്കുമോ? 10 മണിയാകുമ്പോൾ അവൾ പറയും ഇക്ക ഒരു മിസ് കാൾ അടിച്ചു നോക്കും. 10 മണിക്കൊരു മിസ് കാൾ വരും. 10-10:15 ആകുമ്പം ഇവിടെയും മിസ് കാൾ വരും. 10-10:30 ആകുമ്പോൾ. അപ്പം കെട്ടിയും കൂടെ പ്രസംഗിക്കുമ്പോൾ കേൾക്കാൻ വന്നുകൊണ്ട് മിസ് കാൾ വരില്ല. ഇല്ലെങ്കിൽ വരും, പെട്ടെന്ന് എഴുന്നേറ്റ് പോകും. പേടിയല്ലെങ്കിൽ അവിടെ ബ്ലോക്കാവും, റോഡ് വീടൊക്കെ ബ്ലോക്കാവും, പിന്നെ പള്ളിയിൽ പോയി കിടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾ കറക്റ്റ് ടൈമിങ്ങിന് വിളിക്കും, ഈ സമയത്ത് പോയിക്കോണം. ഇല്ലെങ്കിൽ അവസാനം മെസ്സേജ് വിടും, താക്കോൽ എന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, ചോറ് വിളമ്പി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, നിങ്ങളെടുത്ത് തിന്നിട്ട് കിടന്നോണം, ഇവിടെ ബഹളം വെക്കരുത്, പാത്രമൊക്കെ ഞാൻ കഴുകിക്കോളാം, സൗണ്ട് ഉണ്ടാക്കാതെ തിന്നിട്ട് പോകണം. അവന് മെസ്സേജ് മിണ്ടാതെ വന്ന് മൂപ്പെല്ലാം തിന്നിട്ട് പോകും, കാരണം പേടിച്ച് കിടക്കേണ്ടി വരും. ഉമ്മ ആണെങ്കിൽ ഒരു ജനലിൻ്റെ പാളി തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കും ഉറങ്ങാതെ. എവിടെ എൻ്റെ മോൻ വന്നോ, എൻ്റെ മോൻ വന്നോ, എൻ്റെ മോൻ വന്നോ. ഒരു ബൈക്ക് വരുമ്പോൾ പെട്ടെന്ന് നോക്കും, എൻ്റെ മോനാണോ, എൻ്റെ മോനാണോ, എൻ്റെ മോനാണോ. ഉമ്മ ഭാര്യ അങ്ങനെ നോക്കൂലല്ലോ. ഭാര്യ അടുത്ത ചാറ്റ് ആരുണ്ടെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ചാറ്റിങ് ആരാണ്, അടുത്ത ആരാണ്, അടുത്ത ഓൺലൈനിൽ ആരാണ്, അടുത്ത ഓൺലൈനിൽ ആരാണെന്നുള്ള നോട്ടാണ്. ഭർത്താവിനെ നോക്കൂല ഇല്ലേ? ഉമ്മ എന്ന് പറഞ്ഞതാണ്. ഉമ്മ എന്ന് പറയുമ്പോൾ ആ ഉമ്മ തൻ്റെ മകനെ കടാൻ നൊന്ത് പ്രസവിച്ച വേദനയുണ്ട്. അതുകൊണ്ടാണ് അൽക്കമാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്തടക്കിയതിനു ശേഷം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ അരികിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, യാ മഅ്ശറൽ മുസ്ലിമീൻ, ആരും പോകരുതേ, അവിടെ നിൽക്കണേ. ബഹുമാനപ്പെട്ട സന്തത സഹചാരിയായ ഹബീബായ തങ്ങളുടെ സന്തത സഹചാരിയായ അൽക്കമാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്തടക്കിയിട്ട് എല്ലാവരും ആ മഖബറയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഹബീബായ തങ്ങൾ പറയുകയാ, പോകരുതേ, പോകരുതേ, നിങ്ങൾ അവിടെ നിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രഭാഷണം നടത്തുകയാണ്. യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ, ഏ അൻസാരികളെ, മുഹാജിരീങ്ങളെ, മൻ ഫളല സൗജതഹു അലാ വാലിദൈഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായികതി വന്നാസി അജ്മഈൻ. ആരെങ്കിലും തന്റെ ഉമ്മയേക്കാൾ, ആരെങ്കിലും തന്റെ മാതാപിതാക്കളെക്കാൾ തന്റെ ഭാര്യമാർക്ക് സ്ഥാനമാനങ്ങൾ നൽകിയാൽ അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ശാപമാണ്, ആ ശാപം പേറിക്കൊണ്ടാണ് മരിച്ചു പോകുന്നത്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ആ ഉമ്മാന്റെ കാൽക്കൽ വീഴണേ, ഉമ്മയോട് പൊരുത്തം വാങ്ങണേ. അല്ലാതെ എത്ര തൗബ ചെയ്താലും അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. ഉമ്മാന്റെ പൊരുത്തമാണ് അള്ളാന്റെ പൊരുത്തം, ഉമ്മാന്റെ തൃപ്തിയാണ് അള്ളാന്റെ തൃപ്തി, ഉമ്മാന്റെ കോപമാണ് അള്ളാന്റെ കോപം. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. സ്വീകരിച്ചോ, സ്വീകരിച്ചോ, വേണമെങ്കിൽ സ്വീകരിച്ചോ. അതുകൊണ്ട് ഈ ഉമ്മയെ ഉപ്പയെ സംരക്ഷിക്കാൻ വേണ്ടി മക്കളെ വാർത്തെടുക്കണം. ഈ മക്കളെ വാർത്തെടുക്കേണ്ട ബാധ്യത ഉമ്മാക്കും ഉപ്പാക്കുള്ളതാണ്. ഉമ്മ ഉപ്പ ഈ മക്കൾ ഹലാലാകണമെങ്കിൽ, സാലിഹാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഉമ്മ വാരിക്കൊടുക്കുന്ന ഉരുള ഉണ്ടല്ലോ, ഭക്ഷണത്തിൻ്റെ ഉരുള തൊള്ളയിലേക്ക്, അത് ഹലാലായിരിക്കണം. വാപ്പ സമ്പാദിച്ചു കൊണ്ട് കൊടുക്കും ഭാര്യയോട്, എന്നാ മക്കൾക്ക് വെച്ചുകൊട്, എന്നാ മക്കൾക്ക് ചായ ഇട്ടുകൊട്, എന്നാ മക്കൾക്ക് പാലുണ്ടാക്കിക്കൊട്, എന്നാ അലുവ ഉണ്ടാക്കിക്കൊട്, എന്നാ പെപ്സ് കൊട്, റിസ്ക് കൊട്. ഇതൊക്കെ വാപ്പ കൊണ്ടുപോയി കൊടുക്കുന്ന ഈ പണം ഉണ്ടല്ലോ, അത് ഹലാലായിരിക്കണം. വാപ്പ സമ്പാദിച്ചു കൊടുക്കുന്നതും ഉമ്മ തിന്നുന്നതും ഹലാലല്ല, ഹറാമിന്റെ പണാണെങ്കിൽ ഈ മക്കള് ഹറാമിന്റെ മക്കളായിട്ട് മാറും. അതിനാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്, എന്താ പേര്, ഹറാം പറഞ്ഞവനെന്നോ അങ്ങനെയൊക്കെ ഒരു വാക്ക് പറയാറില്ലേ? അതിനെ തന്നെ ഹറാം പറഞ്ഞ ഈ സാധനം എന്ന് അർത്ഥം എൻ്റെ ചീത്തയല്ല, അത് ഹറാമിൽ ഉണ്ടായെന്നാണ് അർത്ഥം. ഹലാലിൽ ഉണ്ടായത് ഹറാം. അതുകൊണ്ടാണല്ലോ ഹോട്ടലിലൊക്കെ ഹലാൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനെഴുതി വെച്ചിരിക്കുന്നത്? ഇത് ഹറാമായ സാധനമല്ല, ഇത് ഹലാലായിട്ട് ബിസ്മിൻ ചൊല്ലി അറുത്ത സാധനമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഹലാലിൻ്റെ അർത്ഥം. പക്ഷേ അതൊന്നും ഹോട്ടലുകാർക്കറിയില്ല. അതുപോലെ നെറ്റിൽ നിന്ന് എടുത്ത് അമ്പിളായിട്ട് അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. അതിനെ ഞെക്കിക്കൊന്ന കോഴിയുടെ ഇറച്ചിയായിരിക്കും നമ്മൾ തിന്നുന്നത്. ഹലാലെന്ന് എഴുതിയത് കൊണ്ടൊന്നും ഹലാലാവൂല.
ഹലാൽ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി അറുത്ത മൃഗത്തിൻ്റെ ഇറച്ചി ആയിരിക്കണം, അതാണ് ഹലാല്. മനസ്സിലായില്ലേ? അല്ലാത്തൊന്നും ഹലാലല്ല. അല്ലാതെ ചുമ്മാ അറുത്തത് കൊണ്ട് മാത്രമാവില്ല. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയണം, അങ്ങനെ പിടിച്ചറക്കണം. പിന്നെ ശാഫി മദ്ഹബ് അനുസരിച്ച് അറക്കുന്നവൻ മുസ്ലിം ആണെങ്കിൽ, നിസ്കാരമൊക്കെ ഉള്ളവനാണെങ്കിൽ ബിസ്മി എല്ലാം മറന്നു പോലും കുഴപ്പമില്ല എന്നുള്ള മസലയുണ്ട്. എന്നാലും നമ്മൾ തിന്നുമ്പം ബിസ്മി ചൊല്ലി തിന്നണം. അതുകൊണ്ട് അറക്കം നമ്മൾ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് ഈ ഹലാൽ ഹലാൽ എന്നല്ല വെറുതെ ചുമ്മാ ഹോട്ടലിൽ കെട്ടി വെച്ചിട്ട് ഹലാൽ ഹലാൽ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തിന്നുന്നത് ഹലാലായില്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകളെല്ലാം ഹറാമായി പോകും. മക്കൾ പറഞ്ഞാൽ അനുസരിക്കൂല. വാപ്പ സമ്പാദിക്കുന്നത് ഹലാലായിരിക്കണം, മക്കൾക്ക് കൊടുക്കുന്നത് ഹലാലായിരിക്കണം. ചുമ്മാ മാതാപിതാക്കളെ നോക്കുന്നില്ല ഈ മക്കൾ, മാതാപിതാക്കളുടെ വാക്കുകളെ കേൾക്കുന്നില്ല ഈ മക്കൾ, മാതാപിതാക്കൾ പറയുന്ന വാക്ക് കേൾക്കുന്നില്ല ഉസ്താദെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വാപ്പ ഉമ്മ നിങ്ങളുടെ മേൽ കുറച്ച് ബാധ്യതയുണ്ട്. എന്താണത്? ഉപ്പ സമ്പാദിക്കുന്നത് ഹലാലാകണം, ഉമ്മ കൊടുക്കുന്നതും ഹലാലാകണം. ഇതിൽ ഹറാം ചേർന്ന് പോയാൽ വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം, ഈ മക്കൾ നന്നാവില്ല. വാപ്പാക്കും ഗുണമുണ്ടാവില്ല, ഉമ്മാക്കും ഗുണമുണ്ടാവില്ല. അത് പറഞ്ഞുതരാം. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ദുനിയാ ഹൽവത്തുൻ ഖളിറാ. ദുനിയാവെന്ന് പറഞ്ഞാൽ ആനന്ദമാണ്, മനോഹാരിതയാണ്, ചേതോഹാരിതയാണ്, കണ്ടാൽ രസമാണ്, ഇമ്പമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മനിക്തസബ ഫിഹാ മാലം മിൻ ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഹഖ്ഖിഹി ഔറദഹുല്ലാഹു ദാറൽ ജന്ന അദ്ഖലഹുല്ലാഹു ദാറൽ ജന്ന കമാ ഖാല റസൂലുള്ളാഹി. ദുനിയാവ് രസമാണ്, കണ്ടാൽ ഹരമാണ്, നമുക്ക് ആവേശമാണ്, ആഹ്ലാദമാണ്, അനുഭൂതിയാണ്, ആനന്ദമാണ്. പക്ഷേ മനിക്തസബ ഫീഹാ മാലം മിൻ ഹുല്ലിഹി, ആ ദുനിയാവിൽ നിന്ന് ഒരു ചില്ലിക്കാശ് നിങ്ങൾ ഹലാലായിട്ട് തന്നെ സമ്പാദിച്ചിട്ട് അത് വഅൻഫഖ ഫീഹാ ഫീ ഹഖ്ഖിഹി, അത് ഹലാലിന്റെ മാർഗത്തിൽ തന്നെയാണ് നിങ്ങൾ ചെലവ് ചെയ്തതെങ്കിൽ അദ്ഖലഹുല്ലാഹു ദാറൽ ജന്ന, അല്ലാഹു അവരെയും അവന്റെ സന്താനങ്ങളെയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമത്രേ. മറിച്ച് വമൻ ഇക്തസബ ഫീഹാ മാലം മിൻ ഗൈരി ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഗൈരി ഹഖ്ഖിഹി ഔറദഹുല്ലാഹു ദാറൽ ഹവാൻ. ആരെങ്കിലും ഹലാലല്ലാത്ത അല്ലാഹു നിഷിദ്ധമാക്കിയ ഹബീബായ തങ്ങൾ ഹറാമാക്കിയ വഴികളിലൂടെയാണ് ആരെങ്കിലും പണം സമ്പാദിച്ചു കൂട്ടുന്നതെങ്കിൽ, ആ പണത്തിലൂടെയാണ് തൻ്റെ ഭാര്യയെ പോറ്റുന്നത്, തൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത്, തൻ്റെ മക്കൾക്ക് അന്നം കൊടുക്കുന്നതെങ്കിൽ, എൻ്റെ പൊന്നുമക്കളെ ഔറദഹുല്ലാഹു ദാറൽ ഹവാൻ, നിന്ദ്യതയുടെ, നിസാരതയുടെ, നികൃഷ്ടതയുടെ നരകാഗ്നിയിലേക്കാണ് അവരെ കൊണ്ടുവരിക എന്ന് കമാ ഖാല റസൂലുള്ളാഹി. ഹലാലിന്റെ വഴികളിലൂടെ സമ്പാദിച്ച് ആ പണം ഹലാലായിട്ട് ചെലവാക്കണം. ഹറാമിന്റെ വഴികളിലൂടെ സമ്പാദിച്ച് ഹറാമിലേക്ക് ചെലവ് ചെയ്താൽ നരകമാണ്. അതിൽ യാതൊരു ഒബ്ജക്ഷനും ഇല്ല, യാതൊരു എക്സ്ക്യൂസും ഇല്ല, സംശയം വേണ്ട. പ്രളയം ബാധിച്ചു ഈ അടുത്ത സമയത്ത്, ഇല്ലേ? ഇവിടെയൊക്കെ ബാധിച്ചോ? എല്ലായിടത്തും ഒന്ന് തൊട്ട് ഇന്ത്യയൊക്കെ പോയില്ലേ? കായംകുളത്തും ഒക്കെ എല്ലായിടത്തും ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ അല്ല. അല്ല ടെസ്റ്റ് ഡോസ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മൾ ഈ പ്രളയം ബാധിക്കുന്നു, അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുന്നു, ഭൂമികുലുക്കം ഉണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ പറയും. ഇതിനൊക്കെ ഖുർആനിലും ഹദീസിലൊക്കെ തെളിവുകളുണ്ട്. നമ്മൾ വെറുതെ ഒന്നുമില്ല, എല്ലാത്തിലും ഖുർആനിലും ഹദീസിലും തെളിവുകളുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു പോയതൊക്കെ ഇന്നിവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. സമയമായോ? 11 മണി വരെങ്കിലും ഇരുന്നൂടെ? അല്ലേ? അല്ല, ഇനി കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. എഴുന്നേറ്റ് പോലെ നമ്മുടെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല. 10 പേരിരുന്നാലും പറയേണ്ടത് പറഞ്ഞിട്ടേ പോകുള്ളൂ ഇൻഷാ അല്ലാഹ്. ആളുകൾ കൂടിയത് കൊണ്ട് പാമ്പ് ചാവൂലല്ലോ. അപ്പോൾ ആള് കൂടുതലല്ല വിഷയം, പറയുന്നത് കേൾക്കലാണ് വിഷയം. ഇത് നമ്മുടെ ഹക്കാണ്, നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഒരാലിമിൻ്റെ കടമയാണ്. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ ഈ മെറ്റിൽ കഷണം, ഈ പാറക്കഷണം, ഈ പടുത, ഇതെല്ലാം നാളെ അള്ളാൻ്റെ കോടതിയിൽ വരും. അവൻ അവിടെ പറഞ്ഞിരുന്നു, ഇത് പ്രവർത്തിച്ചത് ജനങ്ങളാണ്, അതിൻ്റെ ഉത്തരവാദിത്തം ജനങ്ങൾക്കാണ്. അതുകൊണ്ട് പ്രാസംഗികനും സംഘാടകരും ഒഴിവാകും ഇതിൽ നിന്ന്.
നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയെ നമുക്കുള്ളൂ, പ്രവർത്തിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാണ്. ആൾ കേൾക്കാൻ വന്നില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള കുത്ത് വേറെ കിട്ടും നാളെ ആഖിറത്തിൽ. അത് വേറെ നല്ലപോലെ കേട്ടോ ഈ ഹദീസ്. ഇല്ല ഹദീസാ അല്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ഞാൻ പറയുന്ന അറബി വാക്കൊന്നുമല്ല കേട്ടോ. ഉസ്താദന്മാരെ കൊണ്ട് ചോദിച്ചു നോക്കും, ഇയാൾ ആവശ്യമില്ലാത്ത വല്ലതും പറയുന്നത് 10,000 വരെ വന്നാൽ മതി. 10,000 വരെ വന്നാൽ മതി. 42 കിലോമീറ്ററേ ഉള്ളൂ, ദൂരെങ്ങും പോയില്ല ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ചില ഹദീസുകളുണ്ട് കേട്ടോളി, നല്ലപോലെ കേട്ടോളി. എന്തുകൊണ്ടാണ് ഈ ഭൂകമ്പം സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഭൂകമ്പം സംഭവിച്ചത്, നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണേ. നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 5 കാര്യം, നല്ലപോലെ ശ്രദ്ധിക്കണം. 5 കാര്യം. അബൂ ഉമാമ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. യബീതു ഖൗമും മിൻ ഹാദിഹിൽ ഉമ്മാ അലാ തുഅമിൻ വശുറുബിൻ വലഹുവിൻ വലഅബിൻ ഫയുസ്ബിഹു ഖദ് മുസിഖു ഖിറദതൻ വഖനാസിറാ വലയുസീബന്നഹും ഖസ്ഫുൻ വഖദ്ഫുൻ വമസ്ഖുൻ حتى يصبح الناس فيقولون خسف الليلة بدار فلان خسف الليلة ببني فلان ولترسلن عليهم الريح العقيم كما أرسلت على قوم لوط وعلى قبائل وعلى دورها بشربهم الخمرا ولبسهم الحريرا واتخاذهم القينات وأكلهم الربا وقطيعة الرحم أو كما قال رسول الله. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 2018 സെപ്റ്റംബറിൽ നമ്മൾ അനുഭവിച്ചത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുമായി ഒന്ന് തട്ടിച്ചു നോക്കിയാൽ എൻ്റെ മുസ്ലിം സഹോദരി സഹോദരാ, നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ്. ഒരു ചെറിയ ഡോസ് മാത്രമാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന ദൈവത്തിന്റെ സ്വന്തം നാടിനെ അല്ലാഹു വെള്ളപ്പൊക്കത്താൽ, ഭൂമി കുലുക്കത്താൽ, ഭൂകമ്പത്താൽ, കൊടുങ്കാറ്റാൽ, ഉരുൾപൊട്ടലാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പിടിച്ചു കുലുക്കിയെങ്കിൽ നമ്മളെല്ലാവരും ഭയപ്പെട്ടുകൊണ്ട് പടച്ചവന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞില്ലേ? ആ ഒരു സംഭവം നടന്നതിന്റെ കാരണം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എൻ്റെ ഉമ്മത്തുകളിലെ ഒരു വിഭാഗം രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് തിന്നും കുടിച്ചും കളിച്ചും രസിച്ചും രമിച്ചും കൊണ്ടാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒന്നാമത്തെ കാരണം, എൻ്റെ ഉമ്മത്ത് രാത്രി ഉറങ്ങുന്നത് എങ്ങനെയാണ്? കളിച്ചും ചിരിച്ചും രസിച്ചും രമിച്ചിട്ടാണ്. ശരിയല്ലേ? വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിക്കാതെ ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിച്ചിട്ടായിരിക്കും എൻ്റെ ഉമ്മത്ത് രാത്രി ഉറങ്ങുക. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. വാട്സപ്പൊന്നും ഫേസ്ബുക്കൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അല ലഹ്വിൻ വലഅബ്, കളി ചിരി. വാട്സപ്പും ഫേസ്ബുക്കും എന്താ ഉള്ള രസം? കുറെ ഗാനമേള കാണുക, കുറെ കളി കാണുക, കോമഡി കാണുക, അവൻ്റെ അനാവശ്യങ്ങൾ കാണുക, ഇവൻ്റെ അനാവശ്യങ്ങൾ കാണുക, ഇവൻ്റെ അനാവശ്യം അങ്ങോട്ട് ഇട്ടെടുക്കുക, അവളുടെ ഇങ്ങോട്ട്, ഇവൻ്റെ വിത്തന, അവൻ്റെ വിത്തന, അവളുടെ വിത്തന, ഇവളുടെ വിത്തന, രാഷ്ട്രീയക്കാരൻ്റെ വിത്തന, കമ്മിറ്റിക്കാരൻ്റെ വിത്തന, പള്ളിക്കാരൻ്റെ വിത്തന. ഈ വിത്തനയും ഫസാദ് അല്ലേ നമ്മൾ ഈ വാട്സപ്പ് ഫേസ്ബുക്ക് ഏറ്റവും കൂടുതലും അക്സറും. അത് 1-2 എണ്ണം, ആരും ദീനിന്റെ കാര്യത്തിന് ചിലത് മാത്രം. ബാക്കി കൂടുതലും ഈ ഫേസ്ബുക്കും വാട്സപ്പും ഉപയോഗിക്കുന്നത് കളിക്കാനും ചിരിക്കാനും രസിക്കാനും രമിക്കാനും മാത്രമാണ്. അങ്ങനെയാണ് രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത്. അല്ലേ അല്ലേ അല്ലേ? ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ചിലത് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ യെസ് എന്ന് അല്ലെങ്കിൽ നോ എന്ന് പറയണം. നബിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, യബീതു ഖൗമും മിൻ ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിലെ ഒരു വിഭാഗം എന്നേ പറഞ്ഞുള്ളൂ, എല്ലാവരും ഒന്നും പറഞ്ഞതുമില്ല, എല്ലാവരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ അക്സറും അങ്ങനെ തന്നെയാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നത്. അല്ലേ? ഇതില്ലാതെ രാത്രി വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും വിട്ടിട്ടുണ്ടോടാ, ബോംബ് വിട്ടിട്ടുണ്ടോടാ എന്ന് നോക്കിയതിന് ശേഷമായിട്ടാണ് നമ്മൾ രാത്രി ഇത് വെച്ചിട്ട് പൂട്ടിട്ട് ഉറങ്ങുന്നത്. ചിലപ്പോൾ അറിയാൻ പറ്റില്ല, രാവിലെ ഇവൻ കടലിലായിരിക്കും ഈ ഫോൺ അടക്കം പോയി കിടക്കുന്നത്. അങ്ങനെയാണ് സംഭവിച്ചത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും. അവർ നേരം വെളുക്കുമ്പോൾ അവരുടെ കോലം മറയ്ക്കപ്പെട്ടിരിക്കും. വലയുസീബന്നഹും
ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ. അവിടെ ഭൂമി കുലുക്കലും ഭൂകമ്പവും ഭൂമി ആഴ്ത്തലും അവിടെ പേമാരിയും കൊടുങ്കാറ്റും അവരെ പിടികൂടുമത്രേ.